നേപ്പാളിലെ സാഹചര്യത്തിലേക്കാണ്. കാഠ്മണ്ഡുവിൽ കർഫ്യൂ തുടരുകയാണ്. ഇപ്പോഴും മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ശക്തമായ സുരക്ഷയാണ് സൈന്യം ഒരുക്കിയിരിക്കുന്നത്. കാഠ്മണ്ഡുവിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് പ്രതിനിധികളായ ബി ബാലഗോപാലും സ്റ്റീഫൻ മാത്യുവും തയ്യാറാക്കിയ റിപ്പോർട്ട്. ജൻസി വിപ്ലവത്തെ തുടർന്ന് കലാപമുണ്ടായ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നേപ്പാളിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇന്നും കർഫ്യൂ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമൊക്കെ വളരെ കുറവാണ്. ഈ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ റോഡുകളിലും മറ്റും ഇറങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എയർപോർട്ടിൽ നിന്ന് ഞാനും സ്റ്റീഫനും ഒക്കെ വരുമ്പോൾ ഏതാണ്ട് വിജനമായ റോഡുകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. സൈന്യം കർശനമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് ഒരു ലോക്ക്ഡൌണിന്റെ സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നേപ്പാളിൽ നിലനിൽക്കുന്നത്. ഈ പ്രതിഷേധക്കാർ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 2 ദിവസമായി ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒരു ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേപ്പാളിലെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ പ്രധാനമന്ത്രി ആക്കണമെന്ന് ജൻസിക്കാരിലെ ഒരു വിഭാഗം ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് സുശീല കർക്കി സൈനിക മേധാവിയുമായി കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സുശീല കർക്കിക്ക് പുറമെ മറ്റു പലരുടെയും പേരുകളും നിലവിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം കലാപം നടന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇന്ന് ആ മേഖലകളിലേക്ക് കടത്തിവിടുന്നില്ല. നാളെ ഏതാണ്ട് ഈ കർഫ്യൂവിന് ഒരു ചെറിയ ഇളവുണ്ടാകുമെന്നാണ് ജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാഠ്മണ്ഡു വിമാനത്താവളം ഇന്നലെ വൈകിട്ട് മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കാഠ്മണ്ഡു വിമാനത്താവളത്തിലേക്ക് ഈ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി വിമാനങ്ങൾ വന്നിരുന്നു. ഞങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ വലിയ തിരക്കായിരുന്നു ഈ കാഠ്മണ്ഡു വിമാനത്താവളത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഏതായാലും നിലവിൽ ഈ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതീവ ജാഗ്രതയിലാണ് കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നേപ്പാളിലെ പല പ്രദേശങ്ങളും.